മലയാള സിനിമയിൽ വിജയങ്ങൾക്കൊപ്പം എന്നും വിവാദങ്ങളും ഉണ്ടാകാറുണ്ട്. മേഖലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എന്ന് വേണ്ട ഏത് തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തിയേറ്റർ പ്രദർശനമൊക്കെ വിജയമായി ശേഷം OTT റിലീസ് കഴിഞ്ഞ് ഏറെയായ ഒരു സിനിമയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകാൻ പോകുന്നത്. റിലീസിനോടനുബന്ധമായി കുറച്ച് ദിവസങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട ചില വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു. ശേഷം ചില സീനുകൾ ഒഴിവാക്കിയാണ് പ്രദർശനം നടത്തിയത്. ഇപ്പോൾ വീണ്ടും സിനിമ ചർച്ചയാവുകയാണ്. നരിവേട്ട എന്ന സിനിമയ്ക്കെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് CK ജാനു. സിനിമ മുത്തങ്ങ സമരത്തെ വളച്ചൊടിച്ചു എന്ന വിമർശനമാണ് CK ജാനു ഉന്നയിക്കുന്നത്. ആത്മാർത്ഥതയോടെ സിനിമ എടുക്കാനുള്ള ധൈര്യമില്ല എങ്കിൽ അതിന് നിൽക്കരുത് എന്നും പുതിയ തലമുറയ്ക്ക് മുൻപിൽ മുത്തങ്ങ സമരത്തിന്റെ യാഥാർത്ഥ്യത്തെ അട്ടിമറിച്ചുവെന്നുമാണ് ജാനുവിന്റെ അഭിപ്രായം. അടുത്ത കാലത്താണ് സിനിമ കാണാൻ കഴിഞ്ഞതെന്നും അപ്പോഴാണ് സിനിമയുടെ ഉള്ളടക്കം മനസ്സിലായതെന്നും അവർ പ്രതികരിച്ചിട്ടുണ്ട്. നരനായാട്ട് നടത്തിയ പോലീസിനെ വെള്ള പൂശാനാണ് നരിവേട്ടയിലൂടെ ശ്രമിച്ചതെന്നും CK ജാനു ആരോപണം ഉന്നയിക്കുകയാണ്. ആദിവാസി സമരത്തെ വളച്ചൊടിച്ചാലും ആരും ചോദിക്കാനില്ല എന്ന മനോഭാവമാണ് സിനിമ എടുത്തവർക്കെന്നും CK ജാനു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. സിനിമ തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകിയതെന്നും പറയുന്നു. മുത്തങ്ങയിൽ പോലീസുകാർ വേട്ടപ്പട്ടിക്ക് തുല്യരായിരുന്നു. ഒരു മനുഷ്യനെ പോലും അവിടെ ഞങ്ങൾ കണ്ടിരുന്നില്ല. ആദിവാസി ആയതുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കാമെന്നത് മാടമ്പി മനോഭാവമാണ്. ആദിവാസികളെ നാണ്യവിളയായി കാണുന്ന മനോഭാവം ശരിയല്ല എന്നും CK ജാനു പറയുകയുണ്ടായി. ആദിവാസികളെ പോലീസാണ് സംരക്ഷിക്കുന്നതായി ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അന്നത്തെ ക്രൂരതയെ ലഘൂകരിക്കുകയാണ് ഈ സിനിമ. യാഥാർത്ഥ്യം നൽകാൻ ചങ്കൂറ്റമില്ല എങ്കിൽ അത് നൽകാതിരിക്കുന്നതായിരുന്നു ഇതിലും നല്ലതെന്നും CK ജാനു പ്രതികരിച്ചു. സിനിമ കണ്ട ജനങ്ങൾ കരുതുക ഈ രീതിയിലാണെന്നാണ്. സിനിമയായിട്ടല്ല പിന്നീട് ഉയർന്ന ചർച്ചകൾ. ജീവിക്കുന്ന കാലം വരെ നരിവേട്ട മറക്കില്ല. അന്നത്തെ പോലീസിന്റെ നടപടിയിൽ ജോഗി മാത്രമാണ് മരിച്ചത്. കൂടുതൽ പേർ മരിച്ചതായാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് എന്നും അവർ പറയുന്നുണ്ട്. നരിവേട്ട സിനിമ സത്യത്തെ വളച്ചൊടിക്കുന്നു, പോലീസിന്റെ ക്രൂരതയെ ലഘൂകരിച്ചു എന്നാണ് അവരുടെ വാക്കുകൾ. വർഷങ്ങൾ പിന്നിടുമ്പോഴും മുത്തങ്ങ വെടിവെപ്പ് സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണിക്ക് വൈകിയാണെങ്കിലും തിരിച്ചറിവുണ്ടായത് നല്ല കാര്യമാണെന്നും പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നും ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് CK ജാനു അഭിപ്രായം ഉന്നയിച്ചു. ആദിവാസികൾ അന്നും ഉന്നയിച്ച ഭൂപ്രശ്നത്തിന് രാഷ്ട്രീയപരമായ പരിഹാരമാണ് വേണ്ടതെന്നും പോലീസ് നടത്തിയ വലിയ പീഡനങ്ങൾക്ക് ഒരു മാപ്പ് പറച്ചിലും ഇനി പരിഹാരമാവുക ഇല്ല എന്നും CK ജാനു പറയുകയുണ്ടായി. അത് മാത്രമല്ല, വർഷങ്ങൾ കഴിഞ്ഞ് ഒരു മാപ്പ് പറഞ്ഞാൽ അന്നത്തെ ക്രൂര പീഡനത്തിന്റെ മുറിവ് ഉണങ്ങില്ല എന്നാണ് അവർ പറയുന്നത്. പോലീസ് അന്ന് ചെറിയ കുട്ടികളെ അടക്കം വളരെ ഭയാനകമായി മർദ്ദിച്ചുവെന്നും തലയടിച്ചു പൊട്ടിച്ചുവെന്നും തന്നെ അടക്കമുള്ള ആളുകളെ മണിക്കൂറുകളോളമാണ് പോലീസുകാർ മർദ്ദിച്ചിരുന്നതെന്നും CK ജാനു ഓർക്കുന്നുണ്ട്. അന്ന് മുത്തങ്ങയിൽ കണ്ടത് പോലീസുകാരെയല്ല, മറിച്ച് 2 കൈയും കാലും ഉണ്ടായിരുന്ന വേട്ടപ്പട്ടികളെ പോലെയുള്ള മൃഗങ്ങളെ ആയിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ആരും മാപ്പ് പറഞ്ഞാലും ആ ക്രൂരതകളൊന്നും ഇനി ഇല്ലാതാകില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയാണ് മുത്തങ്ങയിൽ സമരം നടത്തിയത്. വർഷങ്ങൾക്കിപ്പുറവും സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇനിയും ഭൂമി ലഭിച്ചിട്ടില്ല എന്നും CK ജാനു പറയുന്നു. പിന്നീട് നടന്നത് നിൽപ്പ് സമരമായിരുന്നു. അതിനെ തുടർന്ന് പാക്കേജ് പ്രഖ്യാപനവും ഭാഗികമായി ഭൂമി നൽകലും ഉണ്ടായെങ്കിലും പലർക്കും തങ്ങളുടെ പ്ലോട്ട് ഏതാണെന്ന് പോലും ഇതുവരെ കാട്ടി നൽകിയിട്ടില്ല. പലരെയും കൂട്ടി വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടും അധികൃതർ പ്ലോട്ടുകൾ കാണിച്ചു തരാൻ തയ്യാറായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു സിനിമയിലൂടെ അതെല്ലാം ലഘൂകരിച്ച് തെറ്റായ ധാരണകളാണ് പ്രേക്ഷകർക്കും പുതുതലമുറയ്ക്കും മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് നൽകിയത് എന്നുമാണ് CK ജാനു തുറന്നടിച്ചത്. ആ ഒരു സംഭവം അറിയാത്തവർ ഈ സിനിമ വിശ്വസിച്ചാൽ എന്തുണ്ടാകുമെന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ എങ്ങുമെത്തില്ല. ഈ അഭിപ്രായം ഇനി ഏതൊക്കെ വിധത്തിൽ എവിടെയൊക്കെ എത്തുമെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും.